നമുക്ക് എന്താണ് സർക്കിൾ എന്ന് പറഞ്ഞ ടൂൾ ബോക്സ്. സർക്കിളിനകത്ത് ആദ്യം വരുന്നത് സെൻറ്റർ, റേഡിയസ്. ഞാനിപ്പോൾ ദേ ഒരു സെൻറ്റർ പോയിന്റ് ആയിട്ട് ഞാൻ ഈ ഒരു ഒറിജിൻ പറഞ്ഞു കൊടുത്തു. സപ്പോർട്ടായിട്ട് ഈ ഒരു പ്ലെയിൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമുക്ക് ഒരു സർക്കിളിൻ്റെ റേഡിയസ് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ സ്റ്റാർട്ടിങ് എൻഡിങ് കൺട്രോൾ ചെയ്യാം. ഇനി അതല്ല ഫുൾ സർക്കിൾ ആണെങ്കിൽ ഫുൾ സർക്കിൾ കൺട്രോൾ ചെയ്യാം, ഫുൾ സർക്കിൾ വരയ്ക്കാം. ഇവിടെയും നമ്മൾ സർക്കിള് ഒരു ഫീച്ചർ ആയിട്ടാണ് വരയ്ക്കുന്നത്, അതൊരു 2D സ്കെച്ചായിട്ടല്ല. പിന്നെ വരുന്നതാണ് കോർണർ എന്ന് പറയുന്നത്. കോർണർ എന്ന് വെച്ചാൽ രണ്ട് ലൈൻസ് തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പോയിന്റ് ഇട്ടിട്ട് ഞാനൊരു രണ്ട് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാം, രണ്ട് പോളി ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇവിടെ കോർണർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കോർണറിനകത്ത് പോയിട്ട് ഫസ്റ്റ് എലിമെന്റ് ആയിട്ട് ഇത്, അടുത്ത എലിമെന്റ് ആയിട്ട് സോറി, എൻ്റെ ഒരു എറർ പറയാം. അവിടെ ഒരു വാർണിംഗ് വരാൻ കാരണം എന്ന് വെച്ചാൽ ആ രണ്ട് പോയിന്റ് തമ്മിലുള്ള റേഡിയസിന്റെ വാല്യൂ വളരെ ചെറുതായിരുന്നു. നേരത്തെ ഇവിടെ റേഡിയസിന്റെ വാല്യൂ വരുന്നത് 1 ആയിരുന്നു. ഞാനിപ്പോൾ അതിന് പകരം ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതൊരു 146 ഉണ്ട്. അപ്പോൾ ആ ഒരു ഡയ വെച്ച്, റേഡിയസ് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു കോർണർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതായിരുന്നു വിഷയം. ഫസ്റ്റ് എലമെന്റ് ആയിട്ട് ഇത്, സെക്കൻഡ് എലമെന്റ് ആയിട്ട് ഇത്, റേഡിയസിന്റെ വാല്യൂ ഒന്ന് മാറ്റിയിട്ട് ഒരു 125 ഞാൻ കൊടുക്കുവാന്നിരിക്കട്ടെ. ഓക്കെ, അവിടെ ഒരു പുതിയൊരു കോർണർ വന്നാണ്ടോ, ഇതാണ് കോർണർ എന്ന് പറഞ്ഞിട്ടുള്ളത്. കണക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലൈൻസ്, രണ്ട് പോയിന്റുകൾ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്ത് തരും. പോയിന്റ് ആയിട്ട് ഇത്, കർവായിട്ട് ഇത്, അതുപോലെ അടുത്ത പോയിന്റ് ആയിട്ട് ഇത്, അടുത്ത കർവായിട്ട് ഇത്. ഇവിടെ വെച്ച് ഫസ്റ്റ് കർവ്, സെക്കൻഡ് കർവ്, ഫസ്റ്റ് കർവിന്റെ പോയിന്റ്, ഫസ്റ്റ് കർവിന്റെ പോയിന്റ്, സെക്കൻഡ് കർവിന്റെ പോയിന്റ്, അത് തമ്മിൽ കണക്ട് ചെയ്ത് തരും. അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ പറഞ്ഞെടുക്കണം. ടാൻജന്റ് പോയിന്റ് ആണെങ്കിൽ ഇത് ഡയറക്റ്റ്, ഇവിടെ നോക്കി, ഇവിടെ ഡയറക്റ്റ് പോയിന്റ്, രണ്ട് പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. അവിടെ ടാൻജൻസി നോക്കി അല്ല കണക്ട് ചെയ്യുന്നത്, രണ്ടും പോയിന്റ് കൊടുത്താൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. ഇനി അത് മാറ്റി ടാൻജൻസി ആയി കഴിഞ്ഞാൽ ഇവിടെ ടാൻജന്റ്, പക്ഷെ ഇവിടെ ടാൻജന്റ് ഇല്ല, ഇവിടെ ഒന്ന് ഡയറക്റ്റ് പോയിന്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ടാൻജൻസി കൊടുത്താൽ രണ്ടിടത്തും ടാൻജന്റ് ആയിട്ട് വരും. കർവേച്ചർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കർവേച്ചറിന്റെ ഒരു വാല്യൂ നമുക്ക് പറയാം. ഇതിന്റെ ഒരു വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് കണക്ട് കർവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് സ്പ്ലൈൻ ഉണ്ട്. സ്പ്ലൈനകത്തും നേരത്തെ പോലെ തന്നെ നമ്മൾ കുറച്ച് പോയിന്റുകൾ കണക്ട് ചെയ്തിട്ട്, ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, അതിനെ കണക്ട് ചെയ്തിട്ട് പോളിലൈൻ അല്ല ആവുന്നു, അതിന് പകരം സ്പ്ലൈൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഈ പോയിന്റ് എടുക്കാൻ പറ്റില്ല. ഈ പോയിന്റ് ഞാൻ റിമൂവ് ചെയ്യാം കേട്ടോ, റിമൂവ് പോയിന്റ്സ്. കാരണം ഇത് രണ്ടും ഒരൊറ്റ പോയിന്റ് ആയിട്ടാണ് കിടക്കുന്നത്. അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്തൊരു പോയിന്റാണ്. അടുത്ത പോയിന്റ് ഇത് നോക്കി, അവിടെ ഒരു സ്പ്ലൈൻ ആണ്, ആ പോയിന്റുകൾ കണക്ട് ചെയ്തിട്ട് സ്പ്ലൈൻ ആണ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇതാണ് സംഭവം. അതാണ് സ്പ്ലൈൻ. പിന്നെ നമുക്ക് വരുന്നത് ഹെലിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹെലിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സ്പ്രിങ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഹെലിക്സ് കൊണ്ട് ചെയ്യുന്നത്. അതിന് നമുക്ക് 2-3 കാര്യങ്ങൾ പറയണം. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണം, ഒരു ആക്സിസ് വേണം. വയർ ഫ്രെയിം ആൻഡ് സർഫസ് ഡിസൈൻ. ഞാൻ പുതിയൊരു ഡ്രോയിങ് എടുത്തു, ഇവിടെ ഒരു സ്കെച്ച് കൊടുക്കുകയാണ്.
സ്കെച്ചോ പോയിന്റോ എന്ത് വേണേൽ കൊടുക്കാം. ഒരു പോയിന്റ് കൊടുക്കാം. ഹെലിക്സിനകത്ത് പോയി സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് ഈ ഒരു പോയിന്റ് പറഞ്ഞു കൊടുത്തു. ആക്സിസ് ആയിട്ട് നമുക്കൊരു ഡയറക്ഷൻ വേണം. സോറി, ആ ഡയറക്ഷനുള്ള ലൈൻ വെച്ചില്ല. പുതിയൊരു സ്കെച്ചായിട്ട് ആ ഒരു ഡയറക്ഷൻ ലൈൻ വരയ്ക്കാം. സ്കെച്ചായിട്ട് തന്നെ വേണമെന്നില്ല, നമുക്ക് വയർ ഫ്രെയിം ആൻഡ് സർഫസിനകത്ത് നമ്മൾ പഠിച്ചൊരു ടൂൾ ഉണ്ടല്ലോ, ആക്സിസ്, ആ ടൂൾ പറഞ്ഞു കൊടുത്താലും മതി. സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് ഈ ഒരു പോയിന്റ്, ആക്സിസ് ആയിട്ട് ഈ ഒരു ആക്സിസ്. എന്നിട്ട് ഇവിടെ നമ്മൾ പറയുന്നത് ഇതിൻ്റെ പിച്ചും ഹൈറ്റും. പിച്ചും ഹൈറ്റും. അതാണ് വയർ ഫ്രെയിം. ഓക്കെ, ഇനി ഇതിൽ കൂടെ നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ച സ്വീപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ സ്വീപ്പ് ചെയ്യാം. ഞാനിവിടെ ഒരു പ്ലെയിൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. നോർമൽ ടു കർവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഈ പോയിന്റും ഈ ഹെലിക്സും ഈ ഒരു പോയിന്റും പറഞ്ഞു കൊടുത്താൽ ഇവിടെ ഒരു പ്ലെയിനായി. ആ പ്ലെയിനിലൊരു സ്കെച്ച് കൊടുത്ത് സർക്കുലറോ സ്ക്വയറോ എന്നിട്ട് ഇതിന് നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ച സ്വീപ്പ് ചെയ്യാം. പാർട്ട് ഡിസൈനകത്ത് സ്വീപ്പോ സോളിഡായിട്ട് വേണമെങ്കിൽ പാർട്ട് ഡിസൈനകത്ത് പോയിട്ട് സ്വീപ്പ് ചെയ്യും. പ്രൊഫൈൽ ഇത്, കർവ് ഇത്. ഇങ്ങനെയൊക്കെ സ്പ്രിങ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതാണ് വയർ ഫ്രെയിമിനകത്ത് ഹെലിക്സ് എന്ന് പറഞ്ഞ ടൂൾ. ഓക്കെ, ഇതാണ് വയർ ഫ്രെയിം ആൻഡ് സർഫസ് ഡിസൈനകത്തെ മെയിൻ 2 സെറ്റ് ഓഫ് ടൂൾ ബോക്സുകൾ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടൂൾ ബോക്സ്, ഓപ്പറേഷൻസ് ടൂൾ ബോക്സ് നമുക്ക് നോക്കാം.